എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CSIR നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിലേക്ക് ഇപ്പോൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലിയാണ്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CSIR നാഷണൽ കെമിക്കൽ ലബോറട്ടറി NCLലേക്കാണ് വേക്കൻസി ഉള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് 5 CSIR എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. തസ്തിക വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇത് തന്നെ ജനറൽ വരുന്നുണ്ട്, സ്റ്റോർസ് ആൻഡ് പർച്ചേസ് വരുന്നുണ്ട്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വരുന്നുണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറൽ ആണെങ്കിൽ 11 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 5, OBC 2, SC 2, ST 1, EWS 1. സ്റ്റോർസ് ആൻഡ് പർച്ചേസ് ആണെങ്കിൽ 4 വേക്കൻസിയാണ്. അൺറിസർവ്ഡ് 2, ST 1, EWS 1. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 3 വേക്കൻസി, അൺറിസർവ്ഡ് 2, SC 1. ഈ എല്ലാ പോസ്റ്റുകളിലേക്കും പ്രായപരിധി 28 വയസ്സ് വരെയാണ്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സാണ്. +2 പാസ്സായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡിൽ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് നോംസ് ഫിക്സ്ഡ് ബൈ DOPT ഫ്രം ടൈം ടു ടൈം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. +2 ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 18 പോസ്റ്റുകളിൽ ഒരു പോസ്റ്റ് എക്സ് സർവീസ്മെന് റിസർവ്ഡ് ആണ്. PWBD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അൺറിസർവ്ഡ് OBC EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇനി വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും SC ഓർ ST ഓർ PWBD ഓർ എക്സ് സർവീസ് മെൻ ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. നമ്മൾ പറഞ്ഞ പ്രായപരിധി കൂടാതെ, അതായത് 28 വയസ്സ് കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. PWBD കാൻഡിഡേറ്റ്സിനും പ്രായത്തിൽ ഇളവുണ്ട്. SC ST OBC EWS PWBD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. EWS കാറ്റഗറി ആണെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. PWBD കാൻഡിഡേറ്റ്സും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് വരുന്നത്. +2 ലെവലായിരിക്കും സ്റ്റാൻഡേർഡ് വരുന്നത്. എക്സാമിൻ്റെ 200 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. പേപ്പർ 1 വരുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. 200 മാർക്കിനാണ്. നെഗറ്റീവ് മാർക്സ് ഇല്ല. ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെൻ്റ് ആണ്. പേപ്പർ 2 വരുന്നത് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. 150 മാർക്കിനാണ് എക്സാം വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൻ്റെ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതും ക്വാളിഫൈ ആകണം. ഇത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലുമായിട്ട് നേരിട്ട് വെരിഫിക്കേഷന് പോകേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ മീഡിയം ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കണം. ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നോക്കി വേണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് 2 ഇയേഴ്സ് പ്രൊബേഷനുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് recruit.ncl.res.in ആണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ID മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് 5 മറക്കണ്ട. കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും നിങ്ങൾ ഫീസ് അടച്ച പേയ്മെൻറ്റ് റെസീറ്റിൻ്റെയും പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, സൈസ് 100 KB താഴെയായിരിക്കണം. അടുത്തത് സിഗ്നേച്ചർ ആണ്. സൈസ് 50 KB താഴെയായിരിക്കണം.
ഇനി ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സൈസ് 3 MB താഴെ ആയിരിക്കണം. ഫീസ് അടച്ചതിൻ്റെ റെസീറ്റ്, ആധാർ കാർഡ്, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. മറ്റെന്തെങ്കിലും റെലവൻറ്റ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ CSIR NCL സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റായിട്ടാണ് അവസരമുള്ളത്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.